ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വള്ളത്തോൾ നഗർ കലാമണ്ഡലം മുതൽ ചെറുതുരുത്തി കൊച്ചിൻ പാലം വരെയുള്ള ഭാഗങ്ങളിൽ സീബ്ര ലൈനുകൾ മാഞ്ഞുപോയത് യാത്രക്കാർക്ക് വലിയ ഭീഷണിയാകുന്നു. റോഡ് മുറിച്ചു കടക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ഇടങ്ങളിലെ അടയാളങ്ങൾ കാലപ്പഴക്കം മൂലം തെളിയാത്തത് പാതയിൽ അപകടങ്ങൾ വർദ്ധിക്കുവാൻ കാരണമാവുകയാണ്. കഴിഞ്ഞ ദിവസം ബൈക്കിടിച്ച് ഒരു വയോധികൻ മരിച്ച ദാരുണമായ സംഭവം ഇത്തരത്തിൽ സീബ്ര ലൈൻ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. പകൽ സമയങ്ങളിൽ പോലും റോഡ് മുറിച്ചു കടക്കുന്നവരെ കാണുമ്പോഴല്ലാതെ നിലവിൽ സീബ്ര ലൈൻ ഉണ്ടെന്ന കാര്യം വാഹനയാത്രക്കാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. രാത്രികാലങ്ങളിൽ ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാണ്. സീബ്ര ലൈനിന് ഇരുവശവും സ്ഥാപിച്ചിട്ടുള്ള സിഗ്നൽ വിളക്കുകളും പലതും പ്രവർത്തനരഹിതമാണ്. ഇതോടെ ദൂരെ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഈ ഭാഗത്ത് കാൽനട യാത്രക്കാർക്ക് മുറിച്ചു കടക്കുവാൻ സൗകര്യമുണ്ടെന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പകലും രാത്രിയും ഒരുപോലെ വാഹനയാത്രക്കാർക്ക് കാണാവുന്ന വിധത്തിൽ പുതിയ പെയിന്റ് അടിച്ച് സീബ്ര ലൈനുകൾ വ്യക്തമാക്കണമെന്നും റോഡിൽ ആവശ്യമായ സിഗ്നൽ സംവിധാനങ്ങൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്നും കേരള പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി എം ഹനീഫ ആവശ്യപ്പെട്ടു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും കാണുന്നില്ല. നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ നിലവിലുള്ളതെല്ലാം മാഞ്ഞു പോയത്. ഇതന്നെ ഇപ്പോൾ വാഹനങ്ങൾ വരികയാണെങ്കിൽ പിന്നെ വാഹനങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒരു ലൈൻ ഉണ്ട് എന്ന് കാണാത്തത് കൊണ്ടാണ് വാഹനങ്ങൾ നിർത്താതെ പോകുന്നത്, സ്ലോ ആകാതെ പോകുന്നത്. അപ്പോൾ ആളുകൾ കൂടുതൽ കാത്തു നിൽക്കേണ്ടി വരികയാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അധികാരികളുടെ ഉത്തരവാദിത്വം. അത് ബന്ധപ്പെട്ടവർ ശ്രദ്ധയിൽപ്പെടുത്തി അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് അതിന് ശരിയായ മാർഗം. ഇനിയിപ്പോൾ മഴക്കാലമാണ്. മഴ പെയ്യുന്ന സമയത്ത് തീരെ കാണില്ല. അപ്പോൾ ആളുകൾ സീബ്ര ലൈൻ ആണല്ലോ, മുറിഞ്ഞു കിടക്കും, വണ്ടികൾക്ക് അത് കാണാതെ വരും. അപ്പോൾ നമുക്ക് അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. You are watching VCV News.